പിന്നെ താങ്കളുടെ തന്നെ നേതാവായിട്ടുള്ള സുധാകരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയാണ് ആലപ്പുഴയിൽ താങ്കളുടെ പാർട്ടി അട്ടിമറി നടത്തിയിട്ട് പോസ്റ്റൽ വോട്ട് അട്ടിമറി നടത്തിയതൊക്കെ. അതൊക്കെ വലിയ എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ BJP സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ. സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ മന്ത്രി രാജന്റെ മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിലും ഈ CPI നേതാക്കളായിട്ടുള്ള മുകുന്ദന്റെ ബാലചന്ദ്രന്റെ ഒക്കെ മണ്ഡലം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ അന്നൊന്നും ഇല്ലാത്ത വിഷയം എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ കേരളത്തിലെ ടോട്ടൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ട്സിന്റെ എണ്ണം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 2,76,000 ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പറയാൻ താങ്കൾ പൂർത്തിയാക്കിയില്ല. അവിടെ BJP ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം 7,216 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുണ്ട്. ഭീമാപ്പള്ളി ഡീലിമിറ്റേഷൻ ഫൈനലൈസ് ചെയ്ത സമയത്ത് അവിടുത്തെ പോപ്പുലേഷൻ 9,875 ആയിരുന്നെങ്കിൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ 16,000 ആളുകൾ ഭീമാപ്പള്ളിയിലുണ്ട്. അപ്പൊ ഇത്ര വലിയ ഒരു ഈ ഡബിൾ വോട്ടിങ്ങിന്റെ ഒരു സംഭവം എങ്ങനെ വന്നു, അതുകൂടെ അന്വേഷിക്കപ്പെടണ്ടേ? അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ FIR അല്ലെങ്കിൽ നമ്മുടെ കോടതിയുടെ പ്രോസസ്സിനൊക്കെ. ഒരു സെക്കൻഡ് മിഥുൻ ആ പറഞ്ഞ കാര്യം ശരിയാണ്. മിഥുൻ ആ കാര്യം ശരിയാണ് പറയുന്നത്. ഇപ്പോൾ 5 തരത്തിലുള്ള തട്ടിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇനി ഞാൻ വായിക്കാം. We have identified 3 major types of manipulations. Multiple voters sharing the same identity card number. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. Individuals possessing more than one voter ID. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. And voters registered in multiple locations. ഇതും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള 5-ൽ മൂന്നാമത്തേതാണ്. ദിസ് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. ഇത് പറഞ്ഞ ആളുടെ പേരിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് പറഞ്ഞത് അനൂപ് ആന്റണിയാണ്. അങ്ങ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 3 കാര്യങ്ങൾ രാഹുൽ പറഞ്ഞ 5 കാര്യങ്ങളിലെ 3 കാര്യങ്ങളാണ്. ഇനി അനൂപ് ആന്റണി ആധാരമാക്കിയത് എന്താണ്? ഒരു സെക്കൻഡ് സാർ. അനൂപ് ആന്റണി ആധാരമാക്കിയത് എന്താണ് സാർ? ഈ പറയുന്ന ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന പോപ്പുലേഷൻ്റെ കണക്ക്, ജനസംഖ്യാ കണക്കും പിന്നെ ഈ പറയുന്ന വോട്ടർമാരുടെ കണക്കും. എന്നിട്ടാണ് നേരത്തെ മിഥുൻ തന്നെ ശരിയായി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത് തമ്മിലുള്ള അന്തരം വെച്ചുകൊണ്ട് അതിൽ കൃത്രിമം നടന്നു എന്ന് പറയുന്നത്. ഇനി അനൂപ് ആന്റണിയുടെ ശ്രദ്ധ പോയി. ഇവിടെയാണ് പ്രശ്നം. മിഥുൻ ഒരു സെക്കൻഡ് പ്രതികൂട്ടിലാതിന്റെ കാര്യമല്ലേ പറഞ്ഞത്? രാഹുൽ ഗാന്ധി എങ്ങനെയാണോ തട്ടിപ്പ് നടക്കുന്നതായി പറയുന്നത് ആ 5 കാര്യങ്ങളിലെ 3 കാര്യങ്ങളാണ് അനൂപ് ആന്റണി ആവർത്തിക്കുന്നത്. അതിനുള്ള മറുപടി ആദ്യം. ഇന്ന് കർണാടകയിലെ രാജണ്ണയുടെ കഥ വരട്ടെ. രാജണ്ണ എങ്ങോട്ടാണ് പോകാൻ പോകുന്നതെന്ന് അറിയാമല്ലോ. കൃഷ്ണ തേജയ്ക്ക് ആന്ധ്രാപ്രദേശിൽ ഉപമുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉപദേശക സമിതിയിലേക്ക് കസേര നീട്ടിയിട്ട് കൊടുത്ത നിങ്ങൾ രാജണ്ണയ്ക്ക് അതിനേക്കാൾ വലിയ കസേര ഇട്ട് കൊടുക്കും. രാജണ്ണ പറഞ്ഞു കഴിഞ്ഞാൽ രാജണ്ണ വേറെ ഏതോ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം ചെയ്യുന്നത്. ആയിക്കോട്ടെ. എനിക്കൊരു മറുപടി തരുമോ? ഞാൻ രാജണ്ണയെ പറ്റിയുള്ള ചോദ്യമല്ല ചോദിച്ചത്. അതിന് അബിൻ മറുപടി പറയട്ടെ. അല്ല, അങ്ങ് ചോദിച്ചു അനൂപ് ആന്റണിയുമായി ബന്ധപ്പെട്ട്. എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യമാണ്, ഇതിൽ ഈ പറഞ്ഞ അനൂപ് ആന്റണി ചൂണ്ടിക്കാട്ടിയ 3 എണ്ണം രാഹുൽ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഉൾപ്പെട്ട 3 കാര്യങ്ങളല്ലേ? അപ്പൊ രാഹുൽ ഗാന്ധിയെ നിങ്ങളിപ്പോ പിടിച്ച് അകത്തിടുമെന്ന് പറയുമ്പോൾ അനൂപ് ആന്റണി പറയുമ്പോൾ പിഴവില്ല. അല്ല, നിങ്ങൾ ഇതിൽ എന്താ അറിയോ, നിങ്ങളിത് ചർച്ച ടോട്ടലി വഴിതിരിച്ചു വിട്ടാൻ. രാഹുൽ ഗാന്ധി പിടിച്ച് അകത്തിടുന്ന ആരും പറഞ്ഞില്ലല്ലോ. രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടത് നമ്മുടെ രജിസ്ട്രേഷൻ ഓഫ് ഇലക്ടർ റൂൾസ് 1960 റൂൾ 23 പ്രകാരം അതിൽ കൃത്യമായി പറയുന്നത് ദ രജിസ്ട്രേഷൻ ഓഫീസർ മേ അറ്റ് ഹിസ് ഡിസ്ക്രിഷൻ റിക്വയർ എനി ക്ലെയിമന്റ് ഒബ്ജക്ടർ ഓർ പേഴ്സൺ ഒബ്ജക്റ്റഡ് to appear in person before him, require the evidence tendered by any person shall be given by oath. അതായത് ഒരു ഓത്ത് അവിടെ കൊടുക്കണമെന്ന് നിയമമാണ്. അത് പാലിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെയെങ്കിൽ ആ നിയമം പാലിക്കാതെ രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ ശകുൻ റാണിയുടെ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ്? ഒരു ഇലക്ഷൻ കമ്മീഷൻ പോയി എടുത്തിട്ട് അവർ പറഞ്ഞാണ് ശരി, രാഹുൽ പറഞ്ഞാണ് തെറ്റെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പരാതി ഉണ്ടോ? രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്നത് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ? ശകുൻ റാണി 2 വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധി അല്ല, കർണാടക ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോ ഈ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് പോലെ തന്നെ പോവുകയാണെങ്കിൽ പോലും അതിൽ വോട്ടർ ഐഡന്റിഫിക്കേഷൻ നടക്കണം, ക്രോസ് വെരിഫിക്കേഷൻ. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, എന്റെ ചോദ്യത്തിന് ഒരു തവണയെങ്കിലും നേരിട്ട് മറുപടി തരൂ. മിഥുനെ, ഞാൻ ചോദിക്കുകയാണ് അങ്ങയോട്. ഒരു സെക്കൻഡ്. രാഹുൽ ഗാന്ധി പറഞ്ഞ 5 കാര്യങ്ങളിൽ ഉൾപ്പെട്ട 3 കാര്യങ്ങളല്ലേ അനൂപ് ആന്റണി പറഞ്ഞത്? മിഥുൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. രാഹുൽ ഗാന്ധി പറഞ്ഞ 5 കാര്യങ്ങളിൽ 3 കാര്യങ്ങളല്ലേ അനൂപ് ആന്റണി പറഞ്ഞത്? നോക്കൂ, ഒന്നാമത്തെ കാര്യം, ഇലക്ഷന്റെ കമ്മീഷന് ഒരു വിഷയത്തിൽ അന്വേഷിക്കണമെങ്കിൽ അവർക്ക് പ്രൂഫ് വേണം. അത് അനൂപ് ആന്റണി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റാരാണെങ്കിലും
അനൂപ് ആന്റണി ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ BJP തൃശൂർ കോർപ്പറേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ്. രാഹുൽ ഗാന്ധി അതുപോലും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പരാതി അനൂപ് ആന്റണി എന്തിനാണ് തൃശൂർ കോർപ്പറേഷനിൽ പരാതി കൊടുക്കുന്നത്? അനൂപ് ആന്റണി BJP എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അനൂപ് ആന്റണി ആയാലും BJP ആയാലും തൃശൂർ കോർപ്പറേഷൻ എന്ത് പരാതി കൊടുത്തു? അവർ ഇതുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കോർപ്പറേഷനിലല്ലേ വോട്ട് അട്ടിമറി നടന്നിട്ടുള്ളത്. ഇല്ല, തിരുവനന്തപുരത്തെ പറ്റിയാണ് അനൂപ് ആന്റണി പറഞ്ഞത്. സോറി, അനൂപ് ആന്റണി പറഞ്ഞത് തിരുവനന്തപുരത്തെ പറ്റിയാണ്. തിരുവനന്തപുരത്ത് ഇലക്ഷൻ കമ്മീഷനെ കോർപ്പറേഷനെ പറ്റിയിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞു. അല്ല, അനൂപ് ആന്റണി പറഞ്ഞൊക്കെ ഞങ്ങളുടെ അറിവിലുണ്ട്. മിഥുനോടുള്ള ചോദ്യം ഇതാണ്: രാഹുൽ ഗാന്ധി പറഞ്ഞ 5 കാര്യങ്ങളിൽ തട്ടിപ്പ് നടന്നു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയ 5 കാര്യങ്ങളിൽ തന്നെ ഉൾപ്പെട്ട 3 കാര്യങ്ങളിലെ അനൂപ് ആന്റണി പറഞ്ഞത്. ശരി, ഞാൻ അടുത്ത ആളിലേക്ക് പോയിട്ട് വരാമെന്ന് പറയോ? ഞാനൊരു കാര്യം താങ്കളോട് പറയുകയാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിലും അനൂപ് ആന്റണി ആണെങ്കിലും ഇനി ഏത് നേതാവാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണമെങ്കിൽ അവർക്ക് വോട്ടർ ഐഡന്റിഫിക്കേഷൻ നടത്തണം. അതിന് ഈ പറഞ്ഞ എൻട്രീസുമായിട്ട് മാച്ച് ചെയ്യുന്ന റെക്കോർഡ്സ് കൊടുക്കണം. അത് BLO റെക്കോർഡ്സുമായിട്ട് വെരിഫൈ ചെയ്യണം. അതിന് എക്സ്പ്ലനേഷൻ ആൾക്കാരെ വിളിച്ചു വരുത്തണം. ഇതൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല രാഹുൽ ഗാന്ധി ഒരു വീഡിയോ ചെയ്തിട്ടാൽ അതിന്റെ പുറത്ത് ഇലക്ഷൻ കമ്മീഷൻ കേസ് പിന്നെ ശകുൻ റാണിയെ പറ്റി എന്തിനാണ്